السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أصدق الحق كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. صدق الله مولانا العظيم. يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني وليس لي عمل نلقى الأليم به سوى محبتك العظمى وإيماني. فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني. وكن غناي الذي ما بعده فلس وكن فكاكي من أغلال عصياني. تحية الصمد المولى ورحمته ما غنت الطير في أوراق أغصاني. عليك يا عروة الوثقى ويا سند الأوفى ومن مدعوه روحي وريحاني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉലമാക്കൾ, സാദാത്യങ്ങൾ, അല്ലാഹു ജല്ല വഅല നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ഒരു സ്വാലിഹ അമലായി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ അല്ലാഹു ജല്ല വഅല മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം പരിശുദ്ധമായ നാം ഉൾക്കൊള്ളുന്ന ദീനനുസരിച്ച് ജീവിക്കാനുള്ള അവസരമാണ്. അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം ഇനി ഇഹലോകത്ത് വെച്ച് നമുക്കാർക്കും ലഭിക്കാനില്ല. നമ്മുടെ മതത്തിനനുസരിച്ച്
മതനിയമങ്ങളൊക്കെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു ദീനീയായ മനുഷ്യനായി ജീവിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുന്യാവിൽ ഇഹലോകത്ത് നമുക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹം. കാരണം ഒരു മനുഷ്യൻ്റെ ദുന്യാവിൻ്റെയും ആഖിറത്തിൻ്റെയും വിജയം ദീനനുസരിച്ചുള്ള ജീവിതത്തിലാണെന്ന യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാം. ഒരാളിൽ ദീനിൻ്റെ ശതമാനം എത്രയാണോ അതാണ് അയാളുടെ ഭാഗ്യത്തിൻ്റെ ശതമാനമെന്ന യാഥാർത്ഥ്യം നാം എല്ലാവരും മനസ്സിലാക്കുക. 10% ദീന് ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ 10% ഭാഗ്യമുള്ളവനാണ് എന്നവനെപ്പറ്റി നമുക്ക് പറയാം. 90% ദീനുള്ളൊരു മനുഷ്യനാണെങ്കിൽ 90% ഭാഗ്യമുള്ളവനാണ് എന്ന് അവനെപ്പറ്റി നമുക്ക് വിലയിരുത്താം. നമ്മുടെ ആരോഗ്യം, നമുക്ക് അല്ലാഹു തആല കനിഞ്ഞു നൽകിയ സമ്പത്ത്, നമുക്ക് നൽകിയ സന്താനങ്ങൾ, നാം ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന ജീവിത സൗകര്യങ്ങൾ, ഇതെല്ലാം അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ തന്നെയാണ്. ഈ അനുഗ്രഹങ്ങളൊക്കെ ഫലമുള്ളതാവണമെങ്കിൽ നമ്മളിൽ ദീനുണ്ടാവണം. ദീനുണ്ടെങ്കിലേ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കൊണ്ട് നമുക്ക് ഒരു ഫലമുണ്ടാവുകയുള്ളൂ. ബാപ്പയെ ചീത്ത പറയുന്ന മക്കളായി കഴിഞ്ഞാൽ അതവൻ്റെ ദീനില്ലായ്മയുടെ അടയാളമാണ്. ഉമ്മയെ കൊല്ലുന്ന മക്കളാണെങ്കിൽ അതവൻ്റെ മതബോധമില്ലായ്മയുടെ വ്യക്തമായ അടയാളങ്ങളാണ്. ബാപ്പക്കെതിരെ ഉമ്മക്കെതിരെ കൈ ചൂണ്ടുന്ന, വിരൽ ചൂണ്ടുന്ന മക്കളായാൽ അവൻ ദീനിയായ വിഷയത്തിൽ അബൊക്കനാണ് എന്നതിൻ്റെ അടയാളമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ദീനുള്ളവനാണെങ്കിൽ ആ മനുഷ്യൻ ഏറ്റവും വലിയ ഭാഗ്യമുള്ളവനാണ്. അള്ളാഹു ദീനോടുകൂടെ ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മയും കുടുംബങ്ങളെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഒരു മനുഷ്യനെ ഈ ലോകത്ത് ഇഷ്ടപ്പെട്ടാൽ അവൻക്ക് സമ്മാനമായി, വരദാനമായി അള്ളാഹു നൽകുന്നത് അവൻക്ക് ദീനായിരിക്കും. നമ്മളല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം എന്താണ്? ഈ നാട്ടിൽ ഒരു ദീനിയായ മനുഷ്യനായി ജീവിക്കുന്നവനായിരിക്കും അവൻ പള്ളിയിലേക്ക് ജമാഅത്തിന് വരും, അവൻ നിസ്കാര കാര്യങ്ങളിൽ കണിശത പുലർത്തും, അവൻ ഹജ്ജിൻ്റെ നിർബന്ധമായവനാണെങ്കിൽ അത് ചെയ്യും, അവൻ സക്കാത്ത് കൊടുക്കുന്നവനാണെങ്കിൽ, അവൻ കൊടുക്കാൻ അർഹതപ്പെട്ടവനാണെങ്കിൽ കൊടുക്കും, അവൻ ദീനിയായ എല്ലാ കാര്യങ്ങളിലും അവൻ സജീവമാകും. അപ്പോൾ ഒരാൾ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ അടയാളം അവൻ ദീനോടുകൂടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ സൂറത്ത് സുമറിൽ ഓർമ്മപ്പെടുത്തിയത്, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സ്വീകരിക്കാൻ പറ്റിയ ഒരു മാനസിക അവസ്ഥ ഒരാൾക്കുണ്ടാവുകയും ആ ദീനിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് പറ്റിയ ഹൃദയവിശാലത ഒരാൾക്കുണ്ടായാൽ ഫഹുവ അലാ നൂറിൻ മിൻ റബ്ബിഹി, അവൻ അള്ളാഹുവിൻ്റെ പ്രത്യേക പ്രകാശത്തിൽ ജീവിക്കുന്നവനാണ്. അവൻ ഈ ദുനിയാവിൽ ഏറ്റവും വലിയ സൗഭാഗ്യം ലഭിച്ചവനാണ്. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ഖസ്സമ ബൈനകും അഖ്ലാഖകും, അള്ളാഹു നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ സ്വഭാവങ്ങളെ മാറ്റി ഓരി വെച്ചതായിട്ട് കാണാം, വിഭജിച്ചു വെച്ചതായിട്ട് കാണാം. ഏതുപോലെ കമാ ഖസ്സമ ബൈനകും അർസാഖകും, നിങ്ങൾക്കുള്ള ഉപജീവന മാർഗങ്ങൾ, നിങ്ങൾക്കുള്ള റിസ്ഖുകൾ, നിങ്ങൾക്കുള്ള ഭക്ഷണങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് വിഭജിച്ചു തന്നതുപോലെ, നിങ്ങൾക്ക് ഓഹരി ചെയ്തു തന്നതുപോലെ. കണ്ടോ, ചില മനുഷ്യന്മാർ അവർ 50-ാമത്തെ വയസ്സിലങ്ങ് മരിക്കുകയാണ്. അള്ളാഹു അവൻക്ക് കണക്കാക്കിയ ഭക്ഷണം അവിടെ തീരുകയാണ്. അതേ ചില ആളുകൾ 80 വയസ്സിലേക്ക് എത്തുകയാണ്.
അതേ 80 വർഷമാണ് ഈ ലോകത്ത് ഉപജീവന മാർഗം. അവൻക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളും സൗകര്യങ്ങളും അള്ളാഹു തയ്യാറാക്കിയിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു തആല മഹാനാകുന്ന ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, വ ഇന്നല്ലാഹ യുഅ്തിൽ മാല അലാ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബ്. അള്ളാഹു തആല ഈ ലോകത്ത് സമ്പത്ത് കൊടുക്കുന്നത് അതൊരു മനുഷ്യൻ്റെ പത്രാസ് നോക്കിയിട്ടല്ല, അവനെക്കുറിച്ചുള്ള വലിയ ഇഷ്ടം നോക്കിയിട്ടല്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ഭക്ഷണം കൊടുക്കും, അവൻക്ക് സമ്പത്തും കൊടുക്കും. ഈ ദുനിയാവിൽ അള്ളാഹ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല അള്ളാഹ് സമ്പത്ത് കൊടുക്കുന്നത്, ഇഷ്ടപ്പെടാത്തവർക്കും അള്ളാഹു തആല സമ്പത്ത് കൊടുക്കുകയാണ്. ലോകത്ത് സമ്പത്ത് കൊടുക്കുന്നത് ഒരു മനുഷ്യനോടുള്ള ഇഷ്ടം നോക്കിയിട്ടല്ല. കാരണം അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹ്മാനാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അള്ളാഹുവിനെ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും നിസ്കരിച്ചവർക്കും നിസ്കരിക്കാത്തവർക്കും നോമ്പ് നോൽക്കുന്നവർക്കും നോൽക്കാത്തവർക്കും സക്കാത്ത് കൊടുക്കുന്നവർക്കും കൊടുക്കാത്തവർക്കും അല്ല ഉണ്ടെന്ന് പറയുന്നവർക്കും ഇല്ലാത്തവർക്കും എല്ലാ നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും എല്ലാവർക്കും അല്ല ഭക്ഷണം കൊടുക്കുന്നു, അല്ല വസ്ത്രം കൊടുക്കുന്നു, അല്ല വെള്ളം കൊടുക്കുന്നു. അത് അവനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ദുന്യാവിലുള്ള സംവിധാനം അങ്ങനെയാണ്. വ ഇന്നല്ലാഹ യുഅ്തിൽ മാല മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. ആരെ ഇഷ്ടപ്പെടുന്നോ ഇഷ്ടപ്പെടുന്നില്ലേ ഒന്ന് നോക്കാതെ ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും അല്ല സമ്പത്ത് കൊടുക്കുകയാണ്. എന്നാൽ വലാ യുഅ്തിൽ ഈമാൻ, അല്ലാഹു ഈമാൻ കൊടുക്കുന്നത് ഇല്ലാ മൻ അഹബ്ബ. അല്ല മഹബ്ബത്ത് വെച്ചോ, അല്ല അവനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അവൻക്ക് മാത്രമാണ് അല്ലാഹു തആല ഈമാന് കൊടുക്കുന്നത്. ഈമാന് അല്ലാഹു തആല എല്ലാവർക്കും കൊടുക്കൂല. ഈമാന് കൊടുക്കുന്നവർക്ക് അല്ല ഇഷ്ടപ്പെടുന്നവന് മാത്രമേ ഈമാൻ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അല്ലാഹു നമ്മെ മുസ്ലിമാക്കിയതിൽ നമുക്ക് അഭിമാനിക്കാം. നാം ഒരു മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതൊരഭിമാന ബോധമാണ്. കാരണം ഈ ലോകത്ത് അല്ലാഹു തആല എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹം ചെയ്യുന്നവനാണ്. എന്നിട്ട് അല്ലാഹു ഇസ്ലാം ഉണ്ടോ ഇല്ലേ എന്ന് നോക്കാതെ എല്ലാവർക്കും അനുഗ്രഹം ഇങ്ങനെ വാരിക്കോരി ദുന്യാവിൽ കൊടുക്കുന്നുവെങ്കിൽ അല്ലാഹ് റഹീമാണ് കേട്ടോ. അവർ ആഖിറത്തിലെത്തിക്കഴിഞ്ഞാൽ വഴിപ്പെട്ട് സുജൂദ് ചെയ്ത മനുഷ്യന്മാർക്ക് മാത്രം, റുകൂഅ ചെയ്ത മനുഷ്യന്മാർക്ക് മാത്രം, സകാത്ത് കൊടുത്ത മനുഷ്യന്മാർക്ക് മാത്രം, ഹജ്ജ് ചെയ്ത മനുഷ്യന്മാർക്ക് മാത്രം, കൃത്യമായി നിസ്കരിച്ച മനുഷ്യന്മാർക്ക് മാത്രം അവിടെ അല്ലാഹു രക്ഷ നൽകുകയാണ്, അവർക്ക് സ്വർഗം നൽകുകയാണ്. വലാ യുഅ്തിൽ ഈമാന ഇല്ലാ മൻ അഹബ്ബ്. അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഈമാന് നൽകുകയുള്ളൂ. ദീനിനോടും അതിൻ്റെ ചിഹ്നങ്ങളോടും ഉയർന്ന ബഹുമാനവും ആദരവും അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. നമ്മുടെ മനസ്സിലെപ്പോഴും ദീനിയായ ജീവിതമുണ്ടാവണം. നമ്മുടെ ശരീരത്തിൻ്റെ പ്രകടനങ്ങളിലും നമ്മുടെ ബാഹ്യങ്ങളിൽ മുഴുവനും ദീനിയായ പ്രകടനങ്ങളുണ്ടാവണം. ഞാനൊരു മുസ്ലിമാണെന്ന് ഇടയ്ക്കിടെ ഉറക്കെ മനസ്സറിഞ്ഞ് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കണം. വമൻ അഹ്സനു ഖൗലം മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് ആരാണ് ഏറ്റവും നല്ലവൻ, ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ, ഏറ്റവും നല്ല സംസാരിക്കുന്നവൻ ആരാണ്, ഏറ്റവും നല്ലത് പറയുന്നവൻ ആരാണ്. അവൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരാണ്, അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരാണ്. വഅമില സ്വാലിഹാ,
സ്വാലിഹായ പ്രവർത്തനങ്ങളും ചെയ്യുന്നവരാണ്. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അഭിമാനബോധത്തോടുകൂടെയുള്ളൊരു സംസാരമാണത്. ഞാനൊരു മുസ്ലിമാണ്. ഇന്നനീ മിനൽ മുസ്ലിമീൻ. ഞാനൊരു മുസ്ലിമാണെന്ന പ്രഖ്യാപനം അത് നമ്മുടെ ജീവിതത്തിലുണ്ടാവണം, നമ്മുടെ മനസ്സിലുമുണ്ടാവണം, നമ്മുടെ ജീവിതത്തിലുമുണ്ടാവണം. നമ്മുടെ നടത്തത്തിലും ഇരുത്തത്തിലും പ്രവർത്തനങ്ങളിലുമൊക്കെ ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു മുസ്ലിമാണ്. ഞാൻ മുസ്ലിമായതുകൊണ്ട് തന്നെ എൻ്റെ ഐഡൻറ്റിറ്റിക്ക് കോട്ടം വരുത്തുന്ന ഒരു സംസാരം എന്നിലുണ്ടാവാൻ പാടില്ല. എന്നിൽ സംസാരമോ പ്രവർത്തനങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തിൽ കല്യാണം വരുമ്പോൾ ഞാനൊരു മുസ്ലിമായ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിഷ്കർഷിച്ച രൂപത്തിലുള്ള കല്യാണമാകും. ഒരിക്കലും ഒരു ഗാനമേള എൻ്റെ കുടുംബത്തിൽ കല്യാണത്തിലുണ്ടാവൂല. അവിടെ സിനിമാറ്റിക് ഡാൻസുകൾ ഉണ്ടാവൂല, അവിടെ ഒപ്പനയാടൂല. അതുപോലെ മോശമായ പട്ടുറുമാലുകളൊന്നും എൻ്റെ കുടുംബത്തിൽ നടക്കൂല. കാരണം വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ചവനാണ്. മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമായതിൻ്റെ പേരിൽ അഭിമാനബോധമുണ്ടാവണം. അങ്ങനെ ഇസ്ലാം എന്നും നമ്മളെ ജീവിതത്തിൽ മുഴച്ചു കാണിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാം എന്നും നല്ലതിൻ്റെ പിന്നിലാണ്. ഏത് ഘട്ടങ്ങളിലും ഇസ്ലാം, അത് ഏത് സ്ഥലങ്ങളിലായാലും, ഏത് രാജ്യങ്ങളിലായാലും, ഏത് സ്ഥലങ്ങളിലായാലും, ദേശങ്ങളിലായാലും ഇസ്ലാം എപ്പോഴും നല്ലതിൻ്റെ പിന്നിൽ മാത്രമേ നിന്നിട്ടുള്ളൂ. നോക്കൂ, കഴിഞ്ഞ ദിവസം ഹമാസും ഇസ്രായേലും അവരുടെ കീഴിലുണ്ടായിരുന്ന ബന്ദികളെ കഴിഞ്ഞ ദിവസം അവർ വിട്ടയച്ചുവല്ലോ. അതിലൂടെ ലോകം കണ്ട മനോഹരമായൊരു കാഴ്ച ഇസ്ലാമിൻ്റെ ഉയർന്ന സംസ്കാരമാണ്. ആ സംസ്കാരം നമ്മുടെ പേഴ്സണലായ ജീവിതത്തിലുണ്ടാവണം, നമ്മുടെ വ്യക്തി ജീവിതത്തിലുണ്ടാവണം. സാമൂഹികമായ ഇടപെടലുകളിലൊക്കെ ഇസ്ലാം ഇങ്ങനെ മുഴച്ചു കാണിക്കണം. ഇസ്ലാമിന് കോട്ടം വരുന്ന ഒന്നും നമ്മളിൽ മുസ്ലിമീങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. ആ ഹമാസിൻ്റെ ആളുകൾ, ഇസ്രായേലും ഹമാസും അവരുടെ ബന്ദികളെ വിട്ടയച്ചപ്പോൾ അതാ ഹമാസ് അവരുടെ ബന്ദികളോട് മാന്യമായിട്ടാണ് പെരുമാറിയത്. കണ്ടോ, ഇസ്രായേലിൻ്റെ ഒരു സൈനികൻ അവനെ മോചിപ്പിക്കുമ്പോൾ ഹമാസ് പോരാളിയുടെ തലയിൽ അവൻ ചുംബനം കൊടുക്കുകയാണ്. അതിൻ്റെ വീഡിയോ വൈറലായിരുന്നു. പലരും ആ വീഡിയോ കണ്ടവരാണ്. ഇസ്രായേലിൻ്റെ മെയിൻ പട്ടാളത്തിലെ വലിയൊരു ക്യാപ്റ്റനെ പിടിച്ച് കാലങ്ങളോളം ബന്ദിയാക്കി വെച്ചു. അതേ നേരെ തിരിച്ചും അവിടെയും ബന്ദികളായി 10,000-കണക്കിന് ആളുകളുണ്ട്. കുറഞ്ഞ ആളുകളെ ഹമാസും ബന്ദികളായി വെച്ചിട്ടുണ്ട്. അവർ തിരിച്ചവരുടെ നാട്ടിലേക്ക്, അവരെ വീട്ടിലേക്ക്, ദേശത്തിലേക്ക് പോകുന്ന സമയത്ത് അതേ ഹമാസിൻ്റെ പട്ടാള മേധാവിയുടെ നെറ്റിയിലേക്ക് ഇസ്രായേൽ പട്ടാള മേധാവി ചുംബനമർപ്പിച്ചുകൊണ്ട് യാത്ര പോകുമ്പോൾ എന്തൊരു കാഴ്ചപ്പാടായിരിക്കും ഇസ്ലാം അവരോട് കാണിച്ചത്. അവരോട് വല്ലാത്ത സ്നേഹവും അവർക്ക് ഭക്ഷണവും ആവശ്യമുള്ളതൊക്കെ കൊടുത്തതിൻ്റെ പേരിൽ, ആ സന്തോഷത്തിൻ്റെ പേരിലാണ് ആ ചുംബനം കൊടുക്കുന്നത്. മുമ്പ് അഫ്ഗാനിസ്ഥാനിലും ഇതേപോലൊരു സംഭവം നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പത്രപ്രവർത്തക അത് കാരണം മുസ്ലിമാവാൻ വരെ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് അതേ സമയം പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ വിട്ട ബന്ദികൾ അവർ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞതെന്താണ്? എല്ലാവരും അത് കണ്ടതാണ്. ഇസ്രായേൽ വിട്ട ബന്ദികൾ, ഹമാസിൻ്റെ ആളുകൾ അല്ലെങ്കിൽ ഗസയുടെ ആളുകളെ വിട്ടപ്പോൾ അവർ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയില്ല, ഞങ്ങൾക്ക് കുടിവെള്ളം നിഷേധിക്കപ്പെട്ടു, അതുപോലെ ആസ്പത്രി സൗകര്യങ്ങൾ ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടു, ഇതൊന്നും ഞങ്ങൾക്ക് ലഭിച്ചില്ല. ഇതെല്ലാം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മൂല്യങ്ങളാണ്. ഞാനൊരു ചെറിയ സംഭവം ഓർമ്മപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട സുമാമത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരവിശ്വാസിയായിരുന്നു. അവിശ്വാസിയായ സുമാമ
ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു ബന്ദിയെ എങ്ങനെയാണ് ഇസ്ലാം പഴയകാലത്ത് കൈകാര്യം ചെയ്തു എന്ന വലിയൊരു ചിത്രമാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. ഈ സുമാമ എന്ന് പറയുന്ന മനുഷ്യൻ ശക്തനായ ഇസ്ലാമിക വിരോധിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശക്തമായി എതിർപ്പുള്ള ആളായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനെ ബന്ദിയായി പിടിക്കപ്പെട്ട് മസ്ജിദിൻ്റെ തൂണിലാണ് അദ്ദേഹത്തെ കെട്ടിയിട്ടിരുന്നത്. സുബ്ഹാനല്ലാഹ്, ബന്ദിയായി മസ്ജിദിൻ്റെ തൂണിൽ സുമാമത്തെന്ന് പറയുന്ന അവിശ്വാസിയെ കെട്ടിടപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങളെ ആക്രമിച്ചതിൻ്റെ പേരിൽ, ഇസ്ലാമിനെതിരെ കുപ്രചരണങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രയാസപ്പെടുത്തിയതിൻ്റെ പേരിൽ സുമാമത്തിന് ബന്ദിയായി പിടിക്കപ്പെടുകയാണ്, മസ്ജിദിൻ്റെ തൂണിൽ കെട്ടിയിടുകയാണ്. അങ്ങനെ സുബഹിക്ക് പള്ളിയിലേക്ക് വരികയാണ് ജനങ്ങളൊക്കെ പള്ളിയിലേക്ക് സുബഹിക്ക് ഇങ്ങനെ വരികയാണ്. ആ സമയത്താണ് ലോകത്തിൻ്റെ നേതാവ് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹി നിസ്കാരത്തിന് വേണ്ടി ജമാഅത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി ഇമാമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടേക്ക് കടന്നു വരുന്നത്. പള്ളിയിൽ വന്നപ്പോൾ ഈ കാഴ്ചയാണ് കാണുന്നത്. ഒരു ഭാഗത്ത് സുമാമത്തിനെ കെട്ടിയിട്ടിരിക്കുന്നു. തന്നെ ഇത്രയധികം വിമർശിച്ച സുമാമയെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കണ്ടപ്പോൾ അവിടെ നിന്ന് ചോദിക്കുകയാണ്, മാ ഇൻദക യാ സുമാമ, സുമാമ എന്താണ് നിൻ്റെ കയ്യിലുള്ളത്, എന്താണ് നിൻ്റെ അടുക്കലുള്ളത്? അപ്പോൾ സുമാമത്ത് കൊടുക്കുന്ന മറുപടി, ഇന്ദി ഖൈറുൻ യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, എൻ്റെ അടുക്കൽ ഖൈറല്ലാതെ വേറെ ഒന്നുമില്ല, എൻ്റെ അടുക്കൽ നല്ലതല്ലാതെ വേറെ ഒന്നുമില്ല, എനിക്ക് നല്ലതല്ലാതെ ഒന്നും പറയാനില്ല എന്ന് സുമാമത്ത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സുമാമത്ത് പറയാണ്, ഇൻ തഖ്തുൽനി തഖ്തുൽ ദാദമിൻ, നിങ്ങളെന്നെ കൊല്ലുകയാണെങ്കിൽ ഞാൻ കൊല്ലപ്പെടാൻ അർഹൻ തന്നെയാണ്. കാരണം ഞാൻ ഒരുപാട് ആളുകളെ കൊന്നതിൻ്റെ പേരിലാണ് എന്നെ ഇവിടെ പിടിച്ചു വെക്കപ്പെട്ടിട്ടുള്ളത്. വഇൻ തുൻഇൻ, നിങ്ങൾ എനിക്കൊരനുഗ്രഹം ചെയ്തിട്ട് നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തി വിടുകയാണെങ്കിലോ, തുൻഇം അലാ ഷാക്കിരിൻ, ഒരു നന്ദിയുള്ള ആളായിട്ട് ഞാൻ മാറും. എന്തും നിങ്ങൾക്ക് ചെയ്യാം, കൊല്ലാനും നിങ്ങൾക്ക് അവകാശമുണ്ട്, എന്നെ വിട്ടയക്കാനും അവകാശമുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അത്ലിഖൂ സുമാമാ, സുമാമനെ നിങ്ങൾ അഴിച്ചുവിടൂ, അവനെ വിട്ടയച്ചോളൂ. സുബ്ഹാനല്ലാഹ്, സുമാമനെ വിട്ടയക്കുകയാണ്. എത്രയോ സഹാബത്തിനെ കൊന്ന ആള്, റസൂലുള്ളാഹിനെ വിമർശിച്ച ആള്, ശക്തമായി ദീനിനെതിരെ പ്രവർത്തിച്ച ഏറ്റവും വലിയ ഒരു തടവ് പുള്ളിയെ ഹബീബായ റസൂലുള്ള വിടാൻ പറയുകയാണ്. ഫന്തലക സുമാമ, സുമാമയെ വിട്ടപ്പോൾ സുമാമ അങ്ങനെ നടന്നു പോവുകയാണ്. ഇലാ നഖ്ലിൻ ഖരീബിൻ മിനൽ മസ്ജിദ്, പള്ളിയുടെ തൊട്ടടുത്തുള്ളൊരു ഈത്തപ്പനയുള്ള ഭാഗമുണ്ട്, ആ ഭാഗത്തേക്ക് സുമാമത്ത് നടന്നു പോവുകയാണ്. സുമാമത്ത് നടന്നു പോയിട്ട് സുമ്മ ദഖലൽ മസ്ജിദ്, തിരിച്ചു വന്നിട്ട് പള്ളിയുടെ അകത്തേക്ക് കയറുകയാണ്. സുമാമത്ത് അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. കണ്ടോ, ഇസ്ലാം വിരോധിയായ സുമാമത്ത് ആ ഒരൊറ്റ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരവും ആ ഒരു പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ മനസ്സിനങ്ങ് മാറ്റിമറിച്ചു എന്ന് മാത്രമല്ല, അവിടെ വെച്ച് മുസ്ലിമായിട്ട് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട്, അതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. അദ്ദേഹം പറയാണ്, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ കാന അലൽ അർളി വജ്ഹുൻ അബ്ഗള ഇലയ്യ മിൻ വജ്ഹിക്, ഈ ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ട മുഖം അങ്ങയുടെ മുഖമായിരുന്നു. ഇത്രയും കാലം ഈ ലോകത്തെനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖം അങ്ങയാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന അങ്ങയുടെ മുഖമായിരുന്നു. എന്നാൽ ഫഖദ് അസ്ബഹ വജ്ഹുക് അഹബ്ബൽ വുജൂഹി ഇലയ്യ, ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്,
ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു മുഖം ഒരാളുണ്ടെങ്കിൽ അത് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്, തങ്ങളുടെ മുഖമാണ്. വീണ്ടും അദ്ദേഹം പറയുന്നു, വല്ലാഹി മാ കാന മിൻ ദീനിൻ അബ്ഗള ഇലയ്യ മിൻ ദീനിക. എനിക്ക് ലോകത്തൊരുപാട് മതമുണ്ടെങ്കിലും ആ മതങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വെറുപ്പുള്ള മതം അത് അങ്ങ് കൊണ്ടുവന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമാകുന്ന മതമായിരുന്നു. അതിനോടുള്ള വെറുപ്പ് ലോകത്തൊരു മതത്തോടും എനിക്കിതുവരെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഫഅസ്ബഹ ദീനുക അഹബ്ബദ്ദീനി ഇലയ്യ. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മതം അത് അങ്ങയുടെ ദീനുൽ ഇസ്ലാമാണെന്ന് സുമാമത്ത് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വല്ലാഹി മാ കാന മിൻ ബലദിൻ അബ്ഗള ഇലയ്യ മിൻ ബലദിക. അങ്ങ് വസിക്കുന്ന നാടായിരുന്നു ലോകത്തിൽ ഏറ്റവും വെറുത്തൊരു നാട്. എന്നാൽ ഫഅസ്ബഹ ബലദുക അഹബ്ബൽ ബിലാദി ഇലയ്യ. ഇപ്പോൾ അങ്ങ് വസിക്കുന്ന ഈ നാടില്ലേ, ഈ നാടാണ് ലോക നാടുകളിൽ നിന്ന് മുഴുവനായി നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ബഹുമാനപ്പെട്ട സുമാമത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്. കണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ, സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്തൊരു സംസ്കാരമാണ്, എന്തൊരു നല്ല കൾച്ചറിലാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അത്രയും നല്ല സംസ്കാരം, ഇതാണ് ഇസ്ലാമിൻ്റെ സംസ്കാരം. ഈ സംസ്കാരമാണ് ജൂതന്മാർക്കില്ലാത്തതും, അതാണ് അവരുടെ ഏറ്റവും വലിയ കുഴപ്പവും. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ദീനിനെ നാം ഉയർത്തിപ്പിടിക്കണം. ഏത് പ്രതിസന്ധി വരുമ്പോഴും നമുക്കേറ്റവും വലുത് നമ്മുടെ ദീനായിരിക്കണം. എങ്ങനെ ഏത് പ്രതിസന്ധി ഘട്ടം വരുമ്പോഴും നമുക്ക് അല്ലാഹുവിൻ്റെ കാവലുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതല്ലേ നമ്മളെ പഠിപ്പിച്ചത്, ഇഹ്ഫളില്ലാ യഹ്ഫളുക. നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുവോ, അല്ലാഹു നിന്നെയും സൂക്ഷിക്കും, നിന്നെയും കാക്കും. നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ ഏത് ഘട്ടങ്ങളിലും റബ്ബിൻ്റെ കാവൽ നമുക്കുണ്ടാകും. പ്രിയപ്പെട്ടവരെ, എന്ത് പ്രതിസന്ധി ഘട്ടം വരുമ്പോഴും അവിടെ റബ്ബിൻ്റെ കാവൽ നമ്മെ തേടിയെത്തും. അതുപോലെ നീ എവിടെ എത്തിയാലും നീ അല്ലാഹുവിനെ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ നിനക്ക് എല്ലാ സ്ഥലത്തും അല്ലാഹുവിനെ കിട്ടും. അല്ലാഹു നിനക്ക് ഉത്തരം ചെയ്യുക തന്നെ ചെയ്യും. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ഇസ്ലാമിനെതിരെ പല വിമർശനങ്ങളും ഉയർന്നു വന്നേക്കാം. പലതും വെറുപ്പിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ അടുത്തുണ്ടായ ഹിജാബ് വിവാദം. അതിലൊന്നും നാം ആരും വഞ്ചിതരായി പോകേണ്ടതില്ല. യഥാർത്ഥത്തിൽ ആ ഹിജാബിൻ്റെ വിവാദം ഒരാവശ്യമില്ലാത്ത അനാവശ്യമായ വിവാദമായിരുന്നു. ഒരു കുട്ടിക്ക് സ്കൂളിൽ തലമറച്ച് പോകാൻ അവകാശമുണ്ടല്ലോ. കാരണം മറ്റു മതസ്ഥർ അവരുടെ ചിഹ്നങ്ങൾ അണിഞ്ഞുകൊണ്ടല്ലേ സ്കൂളുകളിൽ വരുന്നത്. എന്നാൽ മുസ്ലിമായ കുട്ടിക്ക് അതിലൊരു പ്രശ്നമോ ഒരു പ്രശ്നവുമില്ല. മറ്റു മതസ്ഥരായ ആളുകളൊക്കെ അവരുടെ ചിഹ്നങ്ങൾ ധരിച്ചുകൊണ്ട് അവരതാ അവരുടെ സ്കൂളുകളിലേക്ക് വരുന്നു. ആ വരുന്നതിനൊരു പ്രശ്നവുമില്ല. തലമറക്കുന്നതാണ് പ്രശ്നം പോലും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ തലമറക്കുന്നവർ തന്നെയാണ് ഇതിന് എതിരെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതും ഒരു രസം തന്നെയാണ്. തലമറച്ച ഒരു സ്ത്രീയാണ്, ഒരു പ്രിൻസിപ്പളാണ് ആ കുട്ടിയോട് തലമറച്ച് സ്കൂളിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇതൊന്നും നമ്മുടെ ദീനിനെ കുറച്ച് കാണിക്കേണ്ടതില്ല. നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ദീനാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അനുസരിച്ച ജീവിതമാണ്. എന്ത് മുസീബത്തുകൾ ഈ ദുനിയാവിൽ സംഭവിച്ചാലും നമ്മുടെ ദീന് നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
എപ്പോഴും ദുആ ചെയ്യുന്ന ഒരു ദുആയുണ്ടായിരുന്നു. ഇമാമുന തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാം. വലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ വലാ തജ്അനി ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ വലാ തുസല്ലിതു അലൈനാ മൻ ലാ യർഹമുനാ. അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. വലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ. പടച്ചവനെ, ഞങ്ങളെ മതത്തിൽ ഒരു മുസീബത്തും വരുത്തരുത്. മതപരമായി ജീവിക്കുന്നതിനൊരു തടസ്സമോ ഒരു പ്രതിസന്ധികളോ ഒരിക്കലും ഒരു മുസീബത്ത് മതത്തിൻ്റെ കാര്യത്തിൽ കയറി വരരുത് അല്ലാ. വലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിനാ. ദുന്യാവാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ ഒരവസ്ഥയിലേക്കും നമ്മൾ ആരും എത്തരുത്. നമുക്ക് ദുന്യാവുണ്ടാക്കണം. ദുന്യാവുണ്ടാക്കാൻ വേണ്ടി പലിശക്ക് പൈസ എടുക്കണം. ദുന്യാവുണ്ടാക്കാൻ വേണ്ടി പലിശക്ക് പൈസ എടുത്തിട്ട് ബിസിനസ് ചെയ്യണം. ദുന്യാവിന് വേണ്ടി പലിശക്ക് പണം എടുത്തിട്ട് വീട് വെക്കണം. ഈ ഒരു മാനസികാവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാവാൻ പാടില്ല. അങ്ങനെ പലിശയുമായി ഇടപെടുന്ന അവസ്ഥ, ലോട്ടറി എടുക്കുന്ന അവസ്ഥ, അതുപോലെ മദ്യം വിറ്റിട്ട് ലഹരി വിറ്റിട്ട് ക്യാഷ് ഉണ്ടാക്കുന്ന അവസ്ഥ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം അവിടെയൊക്കെ അവർക്ക് ഏറ്റവും പ്രധാനം ഭൗതികമായ ലോകമായി മാറുകയാണ്. വലാ തജ്അലി ദുനിയാ അക്ബറ ഹമ്മിനാ. ഞങ്ങളെ പ്രധാനമായ ലക്ഷ്യം ഒരിക്കലും ഭൗതിക ലോകത്തെ വിഷയങ്ങളാക്കല്ല അല്ലാ. വലാ തുസല്ലിതു അലൈനാ മൻ ലാ യർഹമുനാ. കരുണയില്ലാത്ത ആളുകളെ ഞങ്ങളുടെ ഭരണാധികാരികളാക്കി മാറ്റല്ല അല്ലാ എന്നും ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ നാം ഏത് മേഖലകളിലും, അത് സ്കൂൾ മേഖലയാവട്ടെ, മറ്റുള്ള ജോലി മേഖലകളാവട്ടെ, മറ്റ് ബിസിനസ് മേഖലകളാവട്ടെ, നമ്മുടെ ഭവനങ്ങളുമായി ബന്ധപ്പെട്ട നിർമ്മാണങ്ങളാവട്ടെ, അതിലൊക്കെ ഉയർത്തിപ്പിടിക്കേണ്ടത് ദീനാണ്. അതിൻ്റെ ചിഹ്നങ്ങളോടാണ് വലിയ ആദരവ് വേണ്ടത്. ഏതു സമയത്തും ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ്റെ കയ്യിൽ 50,000 രൂപയുടെ വാച്ചുണ്ട്, 1,00,000 രൂപയുടെ മൊബൈലുണ്ട്, 5 രൂപൻ്റെ ടവൽ അവൻ്റെ തലമറക്കാൻ കയ്യിലില്ലെങ്കിൽ അവനേക്കാൾ ഹതഭാഗ്യം ലോകത്ത് ആരാ ഉള്ളത്? അവനിൽ എന്ത് ഇസ്ലാമിക് കൾച്ചറിലാണുള്ളത്? പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അത് നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. നാം ഒരു ശരിയായ മുസ്ലിമായി ദീനിൻ്റെ ചിഹ്നങ്ങളോട് വലിയ ആദരവോടുകൂടെ നാം ജീവിക്കണം. ഓരോന്നും ഇല്ലാതാകുമ്പോൾ അതത്ര സാരമില്ല എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അത് കുഴപ്പമില്ല, അതൊരു കല്യാണമല്ലേ. കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞ വിഷയമാണ്. അതൊരു കല്യാണമല്ലേ. കല്യാണമാകുമ്പോൾ കുറച്ചൊക്കെ അള്ളാഹ് ഹലാലാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ചെക്കന്മാരല്ലേ, നമ്മളെ കുട്ടികളല്ലേ, അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും പ്രശ്നമാക്കേണ്ടതില്ല, മിണ്ടേണ്ടതില്ല. ഇങ്ങനെ കുറേ സാകിടുന്ന കാരണവന്മാരും ചില ഹാജിയാമാരൊക്കെ ഈ വിഷയത്തിൽ രംഗത്ത് വരുന്നത് കൊണ്ട് ഉണ്ടാകുന്നത് എന്താണ്? ദീനൊരു ഭാഗത്ത് ഇങ്ങനെ പൊളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഏറ്റവും വലിയ ആദരവോടെ കാണുന്ന മഹാനാകുന്ന ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അള്ളാഹു മഹാനവറുകളെ കൂടി അനുസ്മരിക്കുന്നൊരു സദസ്സിലാണ് നാം ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹാനവറുകളുടെ പ്രത്യേകമായ നസ്റും മദദും നദുറും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരെയും അള്ളാഹു സ്വാലിഹീങ്ങളിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മഹത്വത്തിൻ്റെ മാനദണ്ഡങ്ങളായി നമ്മളിൽ നിലകൊള്ളുന്നത് 3 കാര്യങ്ങളാണ്. 3 കാര്യങ്ങളാണ് മഹത്വത്തിൻ്റെ മാനദണ്ഡങ്ങളായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ നിലകൊള്ളുന്നത്. ഒന്ന് നമ്മുടെ ഈമാനാണ്, മറ്റൊന്ന് സ്വാലിഹായ അമലാണ്, മൂന്നാമത് സൽസ്വഭാവമാണ്. ഇവ 3ൻ്റെയും അളവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് മനുഷ്യൻ ആത്മീയമായ രംഗത്ത് സമുന്നതനായ
ഒരവസ്ഥയിലേക്ക്, സമുന്നതമായ നിലയിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കും. അവൻ അള്ളാഹുവിൻ്റെ വിശിഷ്ട സൃഷ്ടികളാകുന്ന മലായികത്തുകളെക്കാൾ ഉയരും. മനുഷ്യൻ നന്നായാൽ മലക്കിനേക്കാൾ നന്നാവും. മനുഷ്യൻ വടക്കായാലോ അതപ്പതിച്ചാലോ അവൻ നായയേക്കാൾ മോശമാവും. ഖുർആനിൽ ഒരാളെക്കുറിച്ച് പറയുന്നുണ്ട്, ബൽഅമുൽ ബഊറ. ആരാ ബൽഅമുൽ ബഊറ എന്ന് പറയുന്ന മനുഷ്യൻ? അദ്ദേഹം നല്ല വിവരമുള്ള ആളാണ്. അദ്ദേഹം ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് വിവരം പറയുന്ന ആളായിരുന്നു. അദ്ദേഹം മൂസാ നബിക്കെതിരെയല്ലേ പ്രവർത്തിച്ചത്? മൂസാ നബിക്കെതിരെ അദ്ദേഹം പ്രവർത്തിച്ചപ്പോൾ, മൂസാ നബിക്കെതിരെ പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പറ്റി ഖുർആനിൽ പറഞ്ഞത് മസലുഹു കമസലിൽ കൽബ്. അവൻ മഹാനായ വ്യക്തിയായിരുന്നു, പിന്നെ അവൻ വലിയ മഹാനായയായി മാറി എന്നാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. കണ്ടോ, ഒരു മനുഷ്യൻ നന്നായപ്പോൾ മഹാനായ മലായിക്കത്തുകളേക്കാൾ വലിയ മഹാനായി മാറി. അയാൾ മോശമായപ്പോഴോ മസലുഹു കമസലിൽ കൽബ്, അവൻ നായയേക്കാൾ മോശമാണെന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്നായി കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ വിലായത്തും വലിയ നല്ല ഉന്നതിയിലേക്കൊക്കെ എനിക്കും നിങ്ങൾക്കും എത്താൻ കഴിയും. എന്ന് മാത്രമല്ല, അഭൗതിക ലോകത്തെ പ്രകാശ സിഗ്നലുകൾ അവനിലേക്ക് ഇങ്ങനെ അടിക്കാൻ തുടങ്ങും. ആത്മീയതയിലേക്ക് ആ മനുഷ്യൻ ഇങ്ങനെ ഉയരാൻ തുടങ്ങും. അങ്ങനെ മഹത്തായ സിഗ്നലുകൾ അവൻ്റെ ജീവിതത്തിൽ ആത്മീയമായ ഒരുപാട് ഉയർച്ചയിലേക്കുള്ള പടവുകളിൽ അവനിങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. ആ കയറിയ ആളുകളാണ് ഇത്രയും അല്ലാഹുവുമായിട്ടുള്ള നേരിട്ട് വലിയ വലിയ ബന്ധം ജീവിതത്തിൽ ഭൗതികമായ ഇഹലോകത്ത് സ്ഥാപിച്ചവരാണ് അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ അവരെ പറ്റി പറഞ്ഞത്, അലാ ജനങ്ങളെ നിങ്ങൾ അറിയണം, ഇന്ന ഔലിയാ അല്ലാഹ്, നിശ്ചയം അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ആരാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെന്നറിയോ? ലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊരു ഭയവുമില്ല. വരാനിരിക്കുന്ന കാര്യങ്ങളുടെ പേരിൽ അവർക്കൊരു ഭയവുമില്ലാത്തവരാണ്. വലാഹും യഹ്സനൂൻ, എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ അവർക്ക് ദുഃഖവുമില്ലാത്തവരാണ്. അല്ലദീന ആമനു, അവർ നല്ല ഈമാനുള്ളവരാണ്. വകാനൂ യത്തഖൂൻ, അവർ നല്ല തഖ്വയുള്ളവരാണ്, ഭയഭക്തിയോടെ ജീവിക്കുന്നവരാണ്. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, അവർക്ക് ദുന്യാവിലും സന്തോഷമാണ്, ആഖിറത്തിലും അവർക്ക് സൗഖ്യമാണ്, സന്തോഷമാണ്. ലാ തബ്ദീല ലികലിമാത്തില്ലാഹ്, ദൈവികമായ വചനങ്ങൾക്കൊരു മാറ്റവുമില്ല. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അതാണ് ഏറ്റവും വലിയ വിജയമെന്ന് സൂറത്ത് യൂനുസ് 64-ാം വചനത്തിൽ പറയുന്നു. എന്താണ് ഈ തഖ്വ? തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തിനാബു നവാഹി, അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെ പാലിച്ചു ജീവിക്കലും നിരോധനകളെ പൂർണ്ണമായി ഒഴിവാക്കലുമാണ് തഖ്വ. മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, കറാഹത്ത് പോലും ഒഴിവാക്കുന്നവരാണ് തഖ്വയുള്ളവർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് പലർക്കും കാലിടറിപ്പോയത്. നിസ്കാരവും നോമ്പും ദിക്റും സ്വലാത്തും ഔറാദുകളുമൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. കാരണം പള്ളിയിൽ 5 നേരം നിസ്കരിച്ചാൽ മതി, നോമ്പ് ഒരു മാസം നോറ്റാൽ മതി, സമ്പാദ്യമുണ്ടെങ്കിൽ ഒരു 1 മാസത്തോളം ഹജ്ജിന് വേണ്ടി പോയിട്ട് കർമ്മങ്ങൾ പൂർത്തീകരിച്ച് തിരിച്ചു വന്നാൽ മതി. പക്ഷേ വ്യക്തി ജീവിതത്തിൽ, വിശിഷ്യ സാമ്പത്തിക രംഗത്ത് ഹറാമും ഹലാലും കലരാൻ പാടില്ല.
എത്രത്തോളം ഹറാമും ഹലാലുമാണോ എന്ന് ശങ്കിക്കുന്ന ശുബ്ഹ പോലും അവൻ്റെ സമ്പാദ്യത്തിലുണ്ടാവാൻ പാടില്ല. എന്നാൽ ഇതിലൊക്കെ വിജയിച്ചവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ. അവർ എല്ലാ മേഖലകളിലും ജീവിച്ചവരാണ്, അവർ എല്ലാത്തിലും വിജയിച്ചവരാണ്. അവരൊരിക്കലും വ്യാജന്മാരല്ല. നമ്മൾ പത്രത്തിൽ കാണാറുണ്ട് വ്യാജ ഡോക്ടർ പിടിയിൽ. പത്രത്തിൽ നമ്മൾ കാണാറുണ്ട് വ്യാജ ഡോക്ടർ പിടിയിൽ. അവർ ഡോക്ടറല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ശരിയായ രേഖയുള്ള ഡോക്ടറല്ല. അയാളിങ്ങനെ ചികിത്സിക്കുന്നു, പല മരുന്നുകളും എഴുതുന്നു. അയാൾ അതിൻ്റെ നിയമങ്ങളും വശങ്ങളൊന്നും പഠിച്ചൊരു സർട്ടിഫിക്കറ്റ് കയ്യിലാക്കിയ ഡോക്ടറല്ല. അവർ ഡോക്ടറായി അയാൾ അഭിനയിക്കുന്നവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതുപോലെയാണ് ആത്മീയതയിലും ചില വ്യാജന്മാരുണ്ട്. അവർ ആത്മീയതയിൽ അവർ വ്യാജന്മാരാണെന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്താണെന്നറിയോ? അവർക്ക് തഖ്വയില്ല, അവർക്ക് ഇഖ്ലാസ് ഇല്ല. ചിലപ്പോൾ 10 കയ്യിലും മോതിരണ്ടാവും. ചില ആളുകളൊക്കെ കണ്ടാൽ 12 വിരൽ കൊടുക്കാൻ ഭാഗ്യം, അതിലും കൂടി മോതിരിടും എന്ന് തോന്നിപ്പോകും. അവരുടെ 10 വിരലിലും മോതിരണ്ടാവും. അള്ളാൻ്റെ ഹബീബ് സുന്നത്താക്കിയത് വലം കൈയിൻ്റെ ചെറുവിരലിലാണ് ആണുങ്ങൾ പുരുഷന്മാർ മോതിരമിടേണ്ടത്. അതും വെള്ളി മോതിരം ഇടാവുന്നതാണ്. അതിനൊക്കെ ഒരളവുണ്ട്. ആ അളവനുസരിച്ച് പുരുഷന്മാർക്ക് വെള്ളി മോതിരം ഉപയോഗിക്കാം, സ്വർണ്ണ മോതിരം ഇടാൻ പാടില്ല. അങ്ങനെ ഇസ്ലാം വിലക്കിയ 10 വിരലിൽ മോതിരം അല്ലെങ്കിൽ ധാരാളം മോതിരമൊക്കെ ഇട്ട് ഇതൊന്നും വിലായത്തിൻ്റെ അടയാളമാക്കിയിട്ട് അവർ ചിത്രീകരിക്കുകയും ചെയ്യും. പക്ഷെ അതൊന്നും വിലായത്തിൻ്റെ അടയാളമല്ല. ഖുർആൻ അത്തരം ആളുകളെക്കുറിച്ച് ശക്തമായി സൂറത്ത് മുജാദലയിൽ പറയുന്നുണ്ട്. ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താൻ ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലൈക ഹിസ്ബുശ് ശൈത്താൻ അലാ ഇന്ന ഹിസ്ബശ് ശൈത്താനി ഹുമുൽ ഖാസിറൂൻ. വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താൻ, പിശാച് അവരെ കീഴടക്കിയിരിക്കുകയാണ്. പിശാച് അവരെ കീഴടക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫഅൻസാഹും ദിക്റല്ലാഹ്, ദൈവികമായ സ്മരണകളെ അവർ വിസ്മരിപ്പിച്ചിരിക്കുകയാണ്. ഉലൈക ഹിസ്ബുല്ലാഹ് ഉലൈക ഹിസ്ബുശ് ശൈത്താൻ, അവരാണ് പിശാചിൻ്റെ പാർട്ടിക്കാർ, പിശാചിൻ്റെ കക്ഷികൾ അവരാണ്. അലാ ഇന്ന ഹിസ്ബശ് ശൈത്താനി ഹുമുൽ ഖാസിറൂൻ. പിശാചിൻ്റെ പാർട്ടിക്കാർ, കക്ഷികൾ, അവർ നഷ്ടബാധിതരാണ്, അവരാണ് പരാജിതർ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് മുജാദല 19 ഓർമ്മപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ ശരിയായ നിലക്ക് ഈമാനും തഖ്വയും ഉള്ള സജ്ജനങ്ങൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാകുന്നത്. അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളാകുന്ന ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹാനാണ് ഗൗസുൽ ആലം അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഗൗസുൽ ആലം അബ്ദുൽ ഖാദിറുൽ ജീലാനി ഔലിയാക്കളുടെ നേതൃപദവിയിൽ വിരാജിച്ച വലിയ മഹാ ആത്മീയ ഗുരുവാണ്. ആ മഹാനവറുകൾ സുൽത്താനുൽ ഔലിയാ എന്ന് പേരുള്ളോവർ, സയ്യിദാവർ തായും ബാവയുമാണോവർ. അവർ സുൽത്താനുൽ ഔലിയാണ്, ഔലിയാക്കളുടെ സുൽത്താനാണ്. അവരുടെ നിലയിലെത്തിയ ഔലിയാക്കന്മാർ വളരെ ചുരുക്കമാണ്. അങ്ങനെ വലിയ മഹാനാണ് മഹാനവറുകൾ. ബവാമുദുവീന്ന് കുത്തുബായി വന്നോവർ, വാനം മാതളിയിലും കെളി മികച്ചോവർ. ബാപ്പയുടെ മുതുകിൽ നിന്ന് തന്നെ കുത്തുബായി വന്ന വലിയ മഹാൻ. ഇരുന്ന് ഈരിഫീനെ ആകാശം കണ്ടോവർ, എറും മാലക്കൂത്തിൽ രാജാളിയെന്നോവർ.
ഇരുന്ന ഇരിപ്പിന് 7 ആകാശം കണ്ടോവർ. ഇരുന്ന ഇരിപ്പിൽ തന്നെ ഒരുപാട് ഉപരിലോകത്തെ അത്ഭുതങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് പറഞ്ഞവരാണ്. അതിന് യാതൊരു സംശയവുമില്ല. മഹാനാകുന്ന സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം മഹാനവകൾ ഇരുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഉപരിലോകത്തെ അത്ഭുതങ്ങൾ വിശദീകരിച്ച വലിയ പ്രവാചകനാണ്. വകദാലിക നുരി ഇബ്രാഹിമ മലകൂത സമാവാതി വൽ അർദ്. ഉപരിലോകത്തുള്ള ഒരുപാട് അത്ഭുതങ്ങൾ നാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കാണിച്ചു കൊടുത്തു എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ബഹുമാനപ്പെട്ട ഗൗസുൽ അഅ്ലം മഹാനവകൾ ശരിയായ ത്വരീഖത്തിൻ്റെ ശൈഖാണ്. മഹാനവകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ബലത്ത് ശരീഅത്തെന്നും കാടലുള്ളവർ, ഇടത്ത് ഹഖീഖത്തെന്നും കാടലുള്ളവർ. മഹാനവകൾ ശരീഅത്തോടെ ജീവിച്ച ഒരു വലിയ മഹാനാണ്. ശരീഅത്ത് വിട്ടിട്ടുള്ളൊരു ത്വരീഖത്തില്ല പ്രിയപ്പെട്ടവരെ. ഇസ്ലാം വിലക്കിയതൊന്നും ത്വരീഖത്തിലില്ല. ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുമ്പോഴേ ഒരു മനുഷ്യന് ത്വരീഖത്തിൻ്റെ വഴിയിലൂടെ അള്ളാഹുലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ വലിയ മഹാനായി. ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തീരെ ഉള്ളോവർ. എല്ലാ ലോകത്തും മഹാനവകൾ പ്രശസ്തനായി മാറി. എല്ലാ സ്ഥലത്തും, ഭൂമിയാവട്ടെ ആകാശമാവട്ടെ, ഏതു ലോകത്തും വലിയ മഹാനായിട്ട് അൽ ഗൗസുൽ അഅ്ലം അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവകൾ മാറി. അതുകൊണ്ട് തന്നെ ഗൗസുൽ അഅ്ലമിനെ കുറിച്ച് മഹാന്മാരായ ഉലമാക്കൾ പരിചയപ്പെടുത്തിയത് ഖുത്ബുൽ അഖ്താബ് എന്നാണ്. ഖുത്ബുൽ അഖ്താബ് എന്ന് പറഞ്ഞാൽ ഔലിയാക്കളുടെ നേതാക്കളുടെ നേതാവ് എന്നാണ്. എല്ലാ മഹാന്മാരും ഗൗസുൽ അഅ്ലമിനെ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. അവരുടെ സ്ഥാനവും പദവിയും വലിയ സ്ഥാനമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അത് അല്ലാഹു തആല കൊടുക്കുന്നതാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹ വിശദീകരിച്ചുകൊണ്ട് ഖുർആനിൽ പറയുന്നത് കാണാം. മറിയം ബീവി റളിയല്ലാഹു അൻഹ അതാ സക്കരിയ നബി അലൈഹിസ്സലാം അവിടുത്തെ മിഹ്റാബിൽ ആരാധനാ മണ്ഡപത്തിലേക്ക് വരുമ്പോൾ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്ക് വജദ ഇൻദഹാ റിസ്ഖാ, ഒരുപാട് വെറൈറ്റി ഫുഡുകൾ അവിടെ കാണുകയാണ്. ഇത് കണ്ട പന്നാലക്കി ഹാദ, മറിയമേ എവിടുന്നാ അത് കിട്ടിയത്? മറിയം ബീവി പറഞ്ഞത് ഹുവ മിൻ ഇൻദില്ലാ, ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തിലുള്ള ഭക്ഷണമാണ്. ഇത് ഇവിടെ കിട്ടുന്നതല്ല, ഇത് അള്ളാഹു തരുന്നതാണ്. എന്നിട്ട് മറിയം ബീവി എന്താ പറഞ്ഞത്? റളിയല്ലാഹു അൻഹ, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അള്ളാഹു ചില ആളുകൾക്ക് കയ്യും കണക്കില്ലാതെ കൊടുക്കും. അങ്ങനെ കൊടുത്ത ഒരാളാണ് മഹാനാകുന്ന അൽ ഗൗസുൽ അഅ്ലം അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ജീവിതകാലത്തും അതിനുശേഷവും അവരുടെ മഹത്വവും പദവിയും പുകഴ്ത്തി പറയാത്തൊരു പണ്ഡിതന്മാർ ലോകത്ത് വന്നിട്ടില്ല. ഹാഫിള് ഇബ്നു കസീർ. ആരാ ഇബ്നു കസീർ എന്നറിയോ? ഇബ്നു തീമിയ, വഹാബികളൊക്കെ പൊക്കിപ്പറയുന്ന ഇബ്നു തീമിയ. ആ ഇബ്നു തീമിയയുടെ ശിഷ്യനാണ് അൽ ഹാഫിള് ഇബ്നു കസീർ. അദ്ദേഹത്തിൻ്റെ അൽ ബിദായത്തു വൻ നിഹായയിൽ ഗൗസുൽ അഅ്ലമിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? കാന മിൻ സാദാത്തിൽ മശായിഖിൽ കിബാർ. വലിയ വലിയ മഹാന്മാരുടെ മശായിഖാണ്, ശൈഖാണ്, വലിയ ആളാണ്. ആര്? ഗൗസുൽ അഅ്ലം അബ്ദുൽ ഖാദിറുൽ ജീലാനി. ലോക പ്രശസ്ത പണ്ഡിതനാകുന്ന ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു അശ്ശാഫിഈ സാനി, രണ്ടാം ഷാഫിഈ എന്ന പേരിലറിയപ്പെടുന്ന 46 വയസ്സ് വരെ ലോകത്ത് ജീവിച്ചിട്ട് വിവാഹം പോലും മറന്നുപോയ മഹാൻ, മുതഅല്ലിമീങ്ങളൊക്കെ ഓതുന്ന കിതാബുകൾ ധാരാളം രചിച്ച മഹാൻ, ആ വലിയ മഹാനാകുന്ന ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു മഹാനവകൾ പറയാണ്, മാ അലിംനാ ഫീമാ ബലഗനാ മിനൽ സിഖാത്ത് അക്സറ മിൻ കറാമാത്തിൽ ഖുത്ബി മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി. ലോകത്ത് ഒരുപാട് വലിയ വലിയ മഹാന്മാർ വന്നിട്ടുണ്ടെങ്കിലും ഇത്ര വലിയ കറാമത്തുള്ളൊരു മഹാൻ ഗൗസുൽ അഅ്ലമിനെ പോലെ എനിക്ക് പരിചയമില്ല. ഇനി ഖുദാമത്ത് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു
ഖുദാമത്തിൽ ഹംബലി റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം പറയും ദഖൽനാ ബഗ്ദാദ്, ഗൗസുൽ ആലം താമസിച്ച ബഗ്ദാദിലാണ്. ഞാൻ ബഗ്ദാദിലെത്തിയപ്പോൾ ഫഇദൻ അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി മിമ്മൻ ദഹത് ഇലൈഹി റിആസ. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ വലിയ വലിയ നേതൃപദവിയാണ് ഗൗസുൽ ആലമിന് അവിടെ കിട്ടിയിട്ടുള്ളത്. ഇൽമൻ, ഏറ്റവും വലിയ ഇൽമുള്ള ഒരാൾ അവിടെ നോക്കുമ്പോൾ അത് അൽ ഗൗസുൽ ആലം തങ്ങളാണ്. അതുപോലെ വഹാലം വ ഇഫ്താ, എല്ലാ ഫത്വയിലും വലിയ വിഷയങ്ങളിലൊക്കെ എല്ലാ നിലക്കും മികച്ചു നിൽക്കുന്നത് അദ്ദേഹമാണ്. വമാ റഅയ്തു ബഅദഹു മിസ്ലഹു, അതിനുശേഷം അങ്ങനത്തെ ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. വലിയ വലിയ ജിബാലുകളാകുന്ന പണ്ഡിതന്മാർ, പർവ്വത സമാനമായ പണ്ഡിതന്മാരാണ്. ആരെക്കുറിച്ച് പറയുന്നത്? അൽ ഗൗസുൽ ആലം അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സ്നേഹിക്കലും ആദരിക്കലും വിശ്വാസികളാകുന്ന നമ്മുടെ ബാധ്യതയാണ്. മൊത്തത്തിൽ എല്ലാ ഔലിയാക്കന്മാരെയും സ്നേഹിക്കുക, അവരെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഒരു കടമയായിട്ടാണ് വിശ്വാസികളാകുന്ന നാം ഒക്കെ കാണേണ്ടത്. അതല്ലേ സ്വഹീഹുൽ ബുഖാരിയിലൊരു ഹദീസ്, ആ ഹദീസ് നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു ഹദീസാണ്. സ്വഹീഹുൽ ബുഖാരിയിലൊരു ഹദീസ്, സ്വഹീഹായ ഒരു ഹദീസ്. എന്താണ് ആ ഹദീസ്? മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മൻ തറൽതു അലൈഹി വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു ഫഇദാ അഹ്ബബ്തുഹു കുൻതു സംഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തിശു ബിഹാ വരിജ്ലഹു അല്ലതീ യംശി ബിഹാ വഇൻ സഅലനി ലഉഅതിയന്നഹു വലഇൻ ഇസ്തആദനി ലഉഈദന്നഹു. ബഹുമാനപ്പെട്ട ഔലിയാക്കന്മാരുടെ വലിയൊരു മഹത്വമാണ് വിശുദ്ധമായ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നത്. അല്ലാഹു തആല ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്, മൻ ആദാലി വലിയ, ആരെങ്കിലും എൻ്റെ വലിയനോട് ശത്രുത വെച്ച് പുലർത്തിയാൽ, മൻ ആദാലി വലിയ, ആരെങ്കിലും എൻ്റെ ഇഷ്ടദാസനോട് ശത്രുത വെച്ച് പുലർത്തിയാൽ, ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. മസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു ഹത്താ അകൂന ലഹു യദം വൽ അർജുല വസംഅ മിൻഹു സുമ്മ ഐനൻ ബാസിറാ ഐ മിസ്ല ദാലിക ഫിൽ മത്വാലിബി ഹർവലാ. അത് തന്നെയാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്കിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും നമ്മെ പഠിപ്പിച്ചത്. അതേ ഒരു അടിമ അള്ളാഹുവിൻ്റെ വിലായത്ത് ലഭിച്ച ഒരു വലിയ മഹാൻ, അത് ഗൗസുൽ ആലമാവട്ടെ, മഹാനായ ഷെയ്ഖ് ഏനിക്കുട്ടി മുസ്ലിയാരാവട്ടെ, മഹാനാകുന്ന പുത്തമ്പള്ളി വഹൈമിദ് വലിയുള്ളയാവട്ടെ, പറയങ്ങാട് ഷെയ്ഖ് മുസ്ലിയാരാവട്ടെ, വെളിയങ്കോട് ഉമർ ഖാദിയാവട്ടെ, പൊന്നാനി മഖ്ദൂം തങ്ങളാവട്ടെ, ബുഖാറ സാദാത്യങ്ങളാവട്ടെ, ഔലിയാക്കളിൽ അറിയപ്പെട്ട ആരെങ്കിലും ഒരാളോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. സഹീഹുൽ ബുഖാരിയിൽ. എന്നിട്ട് അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറഞ്ഞതായിട്ട് പറയുകയാണ്, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറൽതു അലൈഹി, എനിക്ക് ഏറ്റവും എൻ്റെ അടിമ ഫർളായ കാര്യങ്ങളിൽ എന്നോട് അടുക്കുമ്പോൾ അത് എന്നോട് ഏറ്റവും വലിയ അടുപ്പമുള്ള കാര്യമാണ്, എന്നോട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്
എന്താണ് അവൻ ചെയ്യുന്നത്? വമാ യസാലു അബ്ദീ യതഖറബു ഇലയ്യ ബിന്നവാഫിൽ. അതേ ഫർളൊക്കെ എടുക്കുന്നവരാണ്. ആ ഫർളെടുക്കുന്നതിൻ്റെ പുറമേ അവർ സുന്നത്തും എടുക്കുകയാണ്. അതേ എല്ലാ സമയവും തഹജ്ജുദിലും വിത്റിലും ളുഹയിലും അതുപോലെയുള്ള ഔറാദുകളിലും ഖുർആൻ പാരായണത്തിലും മൗലിയാക്കന്മാർ വ്യാപൃതരാവുകയാണ്. ഈ അടുത്ത് നമുക്കിവിടെ ഒരുപാട് നേതൃത്വം നൽകാൻ വന്ന ഒരു വലിയ സാദാത്യങ്ങളിൽപ്പെട്ട ഒരാളാണല്ലോ ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത്, ഖുറത്തങ്ങൾ എന്ന പേരിലറിയപ്പെടുന്ന മഹാൻ. ആ മഹാനവുകൾ ഈ അടുത്ത ചെറുപ്പപ്രായത്തിലാണ്, 54-56 വയസ്സിലാണ് മഹാനവുകൾ വഫാത്തായത്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആ മഹാനവറുകൾ റമദാനു ഷരീഫ് ആകുമ്പോൾ ഓരോ റമദാനിലും 27 ഖത്തം ചുരുങ്ങിയത് തീർക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഏത് സമയവും അദ്ദേഹത്തിൻ്റെ കൂടെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരു അബ്ദുറഹ്മാൻ ഹാജിയുണ്ട്. അത് അധിക സമയവും കൂടെ യാത്രയിലുണ്ടായിരുന്ന 1 മാസത്തോളം കൂടെ യാത്ര ചെയ്ത അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞത് ഞാൻ പറയുകയാണ്: വാഹനത്തിൽ കയറിയാൽ ഖുർആൻ എടുക്കും, ഒന്നും സംസാരിക്കില്ല, എല്ലാ സമയവും ഖുർആൻ. ഒരു പരിപാടിക്ക് ക്ഷണിച്ചാൽ ആ സ്ഥലത്തെത്തുന്നത് വരെ ഖുർആൻ പാരായണം. ആ പരിപാടിക്ക് അതിൻ്റെ ദുആയും കഴിഞ്ഞ് വണ്ടിയിൽ കയറിയ പിന്നെ ഖുർആനോത്തല്ലാത്ത ഒന്നും അവിടെ കാണുന്നില്ല. ഞാനും മഹാനവുകളെ കാണാൻ പോയ ഘട്ടത്തിൽ സുബ്ഹാനല്ലാഹ്, ഞാനും എൻ്റെ 1-2 സുഹൃത്തുക്കളൊക്കെ പാടെ കാണാൻ പോയപ്പോൾ മഹാനവുകളിരുന്ന് ഖുർആനോതുകയാണ്. വലിയ വലിയ മഹാന്മാരൊക്കെ അങ്ങനെയാണ്. അവർ കണ്ടോ അള്ളാഹുവിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്: വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബ. സുന്നത്തായ കർമ്മങ്ങളെ കൊണ്ട് എന്നിലേക്ക് അവരിങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കും, ഞാൻ അവനെ ഇഷ്ടപ്പെടും. ഫൈദാ അഹ്ബബ്തുഹു, ഞാൻ അങ്ങ് ഇഷ്ടപ്പെട്ടാലോ. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് വലിയ ദറജ കിട്ടുന്നത് അതാണ്. അള്ളാഹുവിലേക്ക് അവർ കൂടുതൽ അടുക്കുമ്പോൾ അവർ വലിയ ആളുകളായി മാറുകയാണ്. മഹാനായ ഏനിക്കുട്ടി മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനുകൾ കണ്ടില്ലേ, അള്ളാഹിനോട് വലിയ അടുത്ത ആളല്ലേ. ഇതാ ഇപ്പോഴും ആ കുടുംബം നമ്മുടെ പരിസരത്തുണ്ട്, കൂളിയാട്ടയിൽ എന്ന് പറയുന്ന കുടുംബം. ആ കുടുംബത്തിൽ ഒരു സ്ത്രീക്ക് നൊമ്പൽ വേദന വന്ന്, പ്രസവ വേദന വന്നപ്പോൾ പ്രയാസപ്പെട്ട് മഹാനുകളുടെ മുമ്പിൽ വന്നു, പ്രസവിക്കുന്നില്ല. അങ്ങനെ മഹാനുകൾ വാതിൽ തട്ടി, ബഗ്ദാദിൽ ഔസുൽ ആലം ഇല്ലേ എന്ന് ചോദിച്ച് വാതിൽ തട്ടിയ ഉടനെ തന്നെ അകത്തുനിന്ന് നമ്മളെ പേറ്റിച്ചി എന്ന് പറയുന്ന സാധ്യ എന്നൊക്കെ പറയല്ലോ, അവർ പറയുന്നത് ആ പ്രസവിച്ചു. വീണ്ടും മഹാനവകൾ ഇല്ല, കഴിഞ്ഞില്ല എന്ന് പറയുന്നു, രണ്ടാമതൊന്നും കൂടി പ്രസവിക്കുന്നു. അത് ചരിത്രത്തിലുണ്ട്, ചരിത്ര ബുക്കിലുണ്ട്. അത് ആ ഫാമിലി പറഞ്ഞ സംഭവമാണ്. അതൊന്നും ലോകത്തൊരാൾക്ക് നിഷേധിക്കാൻ കഴിയുകയില്ല. കാരണം അതിങ്ങനെ പരമ്പരാഗതമായി ആ ഫാമിലിയിൽ നിന്ന് തന്നെ പറഞ്ഞു വന്നൊരു സംഭവമാണ്. അപ്പം ഇങ്ങനെ മഹാന്മാർ അള്ളാഹുവിനോട് അടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ അവരിങ്ങനെ കാണിക്കുകയാണ്. അങ്ങനെ അള്ളാഹു തആല അങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ, കുൻതു സംഅഹുൽ ലദീ യസ്മഉ ബിഹി, അവർ കേൾക്കുന്ന കേൾവി ഞാനായി മാറും. അള്ളാഹു പറയാൻ, അവർ കാണുന്ന കണ്ണ് ഞാനായി മാറും. വയദഹുൽ ലത്തി യബ്തിശു ബിഹാ, സഹീഹുൽ ബുഖാരിയാ പറയുന്നത്. അവർ പിടിക്കുന്ന കൈ ഞാനായി മാറും. വരിജ്ലഹുൽ ലത്തി യംശി ബിഹാ, അവർ നടക്കുന്ന കാലായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയങ്ങളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഉപരിലോകത്തുള്ള അത്ഭുതങ്ങൾ പറയും. അതുപോലെ തന്നെ പെട്ടെന്ന് എത്താൻ കഴിയാത്ത സ്ഥലങ്ങൾ അവരെത്തിപ്പെടും. അവർ പല സ്ഥലങ്ങളിലും അവരെ പെട്ടെന്ന് കണ്ടുകൊണ്ടിരിക്കും. ഇതൊക്കെ അള്ളാഹുവിനോട് അടുക്കുമ്പോൾ അള്ളാഹു തആല കൊടുക്കുന്ന അത്ഭുതങ്ങളാണെന്ന് സഹീഹുൽ ബുഖാരി പറയുന്നു. വീണ്ടും പറയുന്നു, അവരെന്നോട് എന്ത് ചോദിച്ചാലും, എന്ത് കാര്യങ്ങൾ അവർ ചോദിച്ചാലും ഞാൻ അവർക്കത് കൊടുക്കുക തന്നെ ചെയ്യും. വലഇനിസ്തഅദനീ, അവരെന്നോട് കാവൽ തേടിയാൽ ലഉഈദന്നഹു, അവർക്ക് ഞാൻ കാവൽ നൽകുമെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
ഖുദ്സിയായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രമുഖനാണ് മഹാനാകുന്ന ഗൗസുൽ ആലം അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ്. ആ മഹാന്മാരെ സ്മരിക്കുന്ന വലിയൊരു മജ്ലിസാണ് നമ്മുടെ മജ്ലിസ്. അള്ളാഹു ഈ മജ്ലിസ് വലിയ ഇജാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കുമാറാകട്ടെ. അവസാനമായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് സ്വലാത്തിൻ്റെ വാർഷികമാണ്. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ എല്ലാ വെള്ളിയാഴ്ച രാവിലും ധാരാളം മുതഅല്ലിമീങ്ങളും ഹാഫിളീങ്ങളും കാരണവന്മാരുമൊക്കെ ഇരുന്ന് ചൊല്ലുന്നൊരു സ്വലാത്തിൻ്റെ ഹൽക്ക ഒരമണിക്കൂർ കൊണ്ട് തീരുന്നൊരു മജ്ലിസാണ്. പക്ഷേ പലരും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. ആ സ്വലാത്തിൻ്റെ ഹൽക്കയിൽ വന്നിരിക്കാൻ ഒഴിവ് കിട്ടിയിട്ട് പോലും ചില ആളുകൾ ശ്രമിക്കുന്നില്ല. നമ്മുടെ ഭാഗ്യക്കേടെന്നല്ലാതെ എന്തു പറയാൻ, ഭാഗ്യമുള്ളവരൊക്കെ അവിടെ വന്നിരിക്കും. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള 11 നാരിയത്തു സ്വലാത്തും 100 സ്വലാത്തും 100 ഇസ്തിഗ്ഫാറും 100 തഹ്ലീലും ചൊല്ലിയിട്ട് അരമണിക്കൂർ കൊണ്ട് തീരുന്ന ബഹുമാനപ്പെട്ടൊരു സയ്യിദ് അവർകൾ സ്ഥാപിച്ച വലിയൊരു സ്വലാത്തിൻ്റെ മജ്ലിസ്. അതിന് വലിയ വിലയുണ്ട്. അതൊരു നിസ്സാരമല്ല. അതില്ലാ വെള്ളിയാഴ്ച രാവിലും സ്വലാത്ത് പ്രത്യേകമായി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഫലം ലഭിക്കുന്ന ആ മജ്ലിസ്, ആ അമല് ഒരാൾക്കും കിട്ടാതെ പോകരുത്. ജീവിതത്തിൽ വിജയത്തിന് വലിയൊരു സമ്പത്താണ് സ്വലാത്തിൻ്റെ മജ്ലിസ്. ഏത് സമയത്തും നമുക്കുരുവിടാൻ പറ്റുന്ന ഒരു പ്രത്യേകമായ വചനമാണ് സ്വലാത്ത്. അതിലൊരുപാട് സ്വലാത്തുകൾ കാണാം. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് അതൊരു ദിക്റാണ്, അതൊരു പ്രാർത്ഥനയാണ്. അത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മദ്ഹാണ്. അതിൽ അല്ലാഹുവിനെ സ്മരിക്കലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്മരിക്കലുണ്ട്, ആശീർവാദം അർപ്പിക്കലുണ്ട്, നന്ദി പ്രകാശിപ്പിക്കലുണ്ട്. എല്ലാം അടങ്ങിയ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിൽ തിരുനബിയിലും അവിടുത്തെ കുടുംബങ്ങളിലും അവിടുത്തെ അനുയായികളിലും അനുചരന്മാരിലും ആശീർവദിക്കലുണ്ട്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ തൗഫീഖുള്ള ആളുകൾ ഇരുന്ന് ചൊല്ലുക. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. മഹാനാകുന്ന ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഒരു സദസ്സിലേക്ക് വരികയാണ്. അബൂ തൽഹത്തുൽ അൻസാരി പ്രമുഖനായ സ്വഹാബിയല്ലേ, മഹാനവകൾ പറയുകയാണ്, അസ്ബഹ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യൗമൻ ത്വയ്യിബൻ നഫ്സി യറാ ഫീ വജ്ഹി അൽ ബിശ്റാ. ഒരിക്കൽ അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖം വിവർണമായ രൂപത്തിൽ, മുഖം വളരെ പ്രകാശിക്കുന്ന രൂപത്തിൽ അതാ ഒരു സദസ്സിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഈ സ്വഹാബി ചോദിച്ചു, നബിയേ, മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ടല്ലോ, എന്താണ് ഇത്രയും വലിയ സന്തോഷത്തിന് കാരണം? അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നത്, ഇതാ അല്പസമയം മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരുന്നു, ഒരു സന്തോഷ വാർത്ത നിങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്താണ് ജിബ്രീൽ പറഞ്ഞതെന്നറിയോ? മൻ സ്വല്ലാ അലൈക മിൻ ഉമ്മത്തിക സ്വലാത്ത, അങ്ങയുടെ ഉമ്മത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, കണ്ടോ, സ്വലാത്തൻ ഒരൊറ്റ സ്വലാത്ത് ചൊല്ലിയാൽ കതബല്ലാഹു ബിഹാ അശ്റ സയ്യിആത്ത്, കതബല്ലാഹു ബിഹാ അശ്റ ഹസനാത്ത്. 10 നന്മകൾ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്, എഴുതുകയാണ്, റെക്കോർഡ് ചെയ്യുകയാണ്. ഇപ്പം ഇരിക്കുന്ന ഒരാൾ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. കണ്ട, ഒരൊറ്റ
സ്വലാത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരാൾ ചൊല്ലിയാൽ അതുകൊണ്ട് 10 നന്മകൾ അവിടെ റെക്കോർഡ് ചെയ്യുകയാണ്. 10 പാപങ്ങൾ അവിടെ മായ്ച്ചു കളയുകയാണ്. ഇതൊരു ഭാഗ്യമാണ്. ഈ ഉമ്മത്തിന് കിട്ടിയ വലിയൊരു സൗഭാഗ്യമാണിത്. മറ്റുമ്മത്തുകൾക്കൊന്നും കിട്ടാത്ത വലിയൊരു ഭാഗ്യം ഈ ഉമ്മത്തിന് ഹബീബായ മുത്തുനബിയുടെ മേൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരൊറ്റ സ്വലാത്ത് അങ്ങ് ചൊല്ലിയാൽ മതി. ആ സ്വലാത്ത് ചെല്ലുമ്പോഴേക്ക് അവൻ്റെ 10 പാപങ്ങൾ പൊറുക്കുകയാണ്. അതേപോലെ വറഫഅ ലഹു അശ്റ ദറജാത്ത് 10 പദവികൾ ഉയർത്തപ്പെടുകയാണ്. അവ എന്തേപ്പണ്ടായി? ഒരൊറ്റ സ്വലാത്താ ചൊല്ലിയത്. ഈ ചൊല്ലിയ ഒരു സ്വലാത്തിന് 10 നന്മകൾ റെക്കോർഡ് ചെയ്തു. അതേപോലെ 10 ദോഷങ്ങൾ പൊറുത്തു. 10 പദവികൾ, ഡിഗ്രികൾ, ആഖിറത്തിലേക്കുള്ള പദവികൾ അവൻക്ക് ഉയർത്തിക്കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. എന്തൊരു ഭാഗ്യ! അപ്പോൾ ആ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ച രാവിലെ സ്വലാത്തിൻ്റെ മജ്ലിസ് നടക്കുക. മഗ്രിബ് നിസ്കാരത്തിന് ജമാഅത്തിന് വരുന്ന ആളുകളൊക്കെ ഇന്ന് ഏതായാലും വേറെ തിരക്കൊന്നുമില്ല, ആസ്പത്രി പോവാനില്ല, വീട്ടിൽ ഗസ്റ്റ് ഇല്ല, ഒരു പ്രശ്നമില്ല, ഇശാ വരെ ഒരു തിരക്കില്ല. എന്നാൽ ആ ഒരു 100 സ്വലാത്ത് ചൊല്ലിയാൽ അയാൾക്ക് എത്ര നന്മ കിട്ടുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ! എത്ര വലിയ ഭാഗ്യമാണ് കിട്ടുന്നത്. 11 നാരിയത്തു സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദ് الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ഈ നാരിയത്തു സ്വലാത്ത് അത് തീജ്വാലയേക്കാൾ ശക്തമുള്ള സ്വലാത്താണ്. ആ സ്വലാത്ത് ഒരു മനുഷ്യൻ അങ്ങിരുന്ന് ചൊല്ലിയാൽ എത്ര വലിയ ഫലമാണ്. അപ്പോൾ ഒരു 100 സ്വലാത്ത് എല്ലാ ദിവസം ചെല്ലുന്നവൻ മഹാഭാഗ്യമുള്ളവനാണ്. കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു 100 സ്വലാത്തെങ്കിലും ജീവിതത്തിൽ പതിവാക്കുക. സ്വലാത്ത് അങ്ങനെ പതിവാക്കിയാൽ അവൻക്ക് സാമ്പത്തികമായി പുരോഗതി ഉണ്ടാവും, സന്താനങ്ങളിൽ ബറക്കത്തുണ്ടാവും, ജോലിയിൽ ബറക്കത്തുണ്ടാവും, ബിസിനസ്സിൽ ബറക്കത്തുണ്ടാകും. ആത്മീയതയിലൂടെയുള്ള ഉയർച്ച പറയേണ്ടതില്ല. ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും വലിയ വലിയ നേട്ടങ്ങൾ ആ മനുഷ്യന് ആ സ്വലാത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുകയാണ്. അത്രയും വലിയ മഹത്വമുള്ള ആ സ്വലാത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊരിക്കലും ഒഴിഞ്ഞു പോകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്തുകൾ നമ്മൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയ നേട്ടങ്ങളുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആ സ്വലാത്തിനൊരു എണ്ണം വെക്കേണ്ടതില്ല. 100 സ്വലാത്ത, 50 സ്വലാത്ത, 1000 സ്വലാത്ത, അങ്ങനെ ഒരു കണക്കുമില്ല. ധാരാളം സ്വലാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി ചൊല്ലി നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കണം. ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മഹാനവകൾ പറയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, ഇന്നി ഉക്തിറു സ്വലാത്ത അലൈക്, ഓ ഹബീബായ നബിയേ, ഞാൻ അങ്ങയുടെ മേൽ സലാത്ത് പെരുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ധാരാളം സ്വലാത്തുകൾ അങ്ങയിലേക്ക് എല്ലാ ദിവസവും സമർപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫകം അജ്അലു ലക മിൻ സ്വലാത്തി, എൻ്റെ ഫർളായ ഇബാദത്തുകൾ കഴിഞ്ഞ് സ്വലാത്തിന് വേണ്ടി എത്രയാണ് ഞാൻ മാറ്റിവെക്കേണ്ടത് യാ റസൂലല്ലാഹ്? ഇത് ചോദിച്ചപ്പോൾ 1000 സ്വലാത്ത് എന്നാണോ മറുപടി പറഞ്ഞത്? എല്ലാ സ്വഹാബി, ഒരു 10,000 സ്വലാത്ത് നീ എല്ലാ ദിവസവും കടന്നുറങ്ങുന്നതിന് മുമ്പ് എൻ്റെ മേൽ ചൊല്ലിക്കോ എന്നാണോ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത്? ആ സഹാബി പറഞ്ഞത്, ഞാൻ എത്ര സ്വലാത്താണ് ചൊല്ലേണ്ടതെന്നാ ചോദിച്ചത്. അപ്പം കൊടുത്ത മറുപടി മാശിഅത, നീ എത്രയാണോ ഉദ്ദേശിക്കുന്നത് അത്ര ചൊല്ലിക്കോ, അതിന് കണക്കില്ല. അപ്പോഴാണ് ഈ സ്വഹാബി പറഞ്ഞത്, ഖുൽതു യാ റസൂലല്ലാഹ് അർറുബു യാ റസൂലല്ലാഹ്,
നബിയെ 4-1 സ്വലാത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ മാറ്റിവെക്കട്ടെയോ. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മാശിഅത, നീ ഉദ്ദേശത്ര ചൊല്ലിക്കോ, ഇനിയും ഫഇൻ സിത്ത ഫഹുവ ഖൈറുൻ ലക, ഇനിയും നിനക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് നിനക്ക് ഏറ്റവും ഖൈറാണെന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോഴാണ് ഈ സഹാബി ചോദിച്ചത്, അന്നിസ്ഫ യാ റസൂലല്ലാഹ്, നബിയെ എൻ്റെ ജീവിതത്തിൽ ഫർള് കഴിച്ചിട്ട് ബാക്കി പകുതി ഭാഗവും സ്വലാത്തിന് വേണ്ടി മാറ്റി വെക്കട്ടെയോ നബിയെ. അപ്പോഴും അല്ലാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ച മറുപടി, മാശിഅത, നീ ഇഷ്ടം പോലെ ചെയ്തോ, ഇനിയും ഫഇൻ സിത്ത ഫഹുവ ഖൈറുൻ ലക, ഇനിയും കൂട്ടാൻ കഴിയുമെങ്കിൽ നിനക്ക് അതാണ് ഖൈറ്. കണ്ടോ, റസൂലുള്ള 10,000 50,000 5000 ഒന്നും പറഞ്ഞില്ല. എത്രയാണോ ചെല്ലാൻ കഴിയുന്നത് അത്രയും ചെല്ലുക. 100 എന്ന് പറഞ്ഞ് ചുരുങ്ങിയത് 100 എല്ലാം വേണ്ടിയിട്ടാണ്. 100-ലധികം സ്വലാത്തുകൾ, എല്ലാ നിസ്കാരം കഴിഞ്ഞൊരു 3 സ്വലാത്ത് നമ്മളൊക്കെ ചെല്ലുന്നവരാണ്. അൽഹംദുലില്ലാഹ്. അങ്ങനെ 5 നേരവും 3 സ്വലാത്ത് ചെല്ലിയാൽ ധാരാളം സ്വലാത്തുകളായി എന്ന് വിചാരിക്കരുത്. ഇനിയും ധാരാളം സ്വലാത്തുകൾ നമ്മൾ ചൊല്ലണം. വീണ്ടും ഈ സഹാബി ചോദിക്കുന്നു, ഫസ്സുലുസൈനി യാ റസൂലല്ലാഹ്, 3/2 ഭാഗവും സ്വലാത്തിന് വേണ്ടി ഞാൻ മാറ്റി വെക്കട്ടെയോ. അപ്പോഴും റസൂലുള്ള പറഞ്ഞത്, ഫഇൻ സിത്ത ഫഹുവ ഖൈറുൻ ലക്, നീ ഇനിയും പെരുപ്പിക്കാൻ കഴിഞ്ഞാൽ അതും ഖൈർ. കണ്ടോ, ഈ സഹാബി റസൂലുള്ളാഹിയോട് എന്ത് ചോദിച്ചാലും ഇങ്ങനെ ഉത്തരം വരുള്ളൂ എന്ന് ഉറപ്പിച്ചപ്പോൾ ഈ സഹാബി പറയാണ്, അജ്അലു ലക സ്വലാത്തി കുല്ലഹാ, ഹബീബായ നബിയേ, എൻ്റെ ജീവിതത്തിൻ്റെ മുഖ്യഭാഗവും ഞാൻ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കട്ടെയോ യാ റസൂലല്ലാഹ്. ഹബീബായ നബിയെ, സ്വലാത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ മുഖ്യഭാഗവും സിംഹഭാഗവും ഞാൻ മാറ്റിവെക്കട്ടെയോ റസൂലേ. ഇത് പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്, ഇദൻ തുക്ഫാ ഹമ്മക വയുഗ്ഫറു ലക ദംബുക ശഫീഉനാ റസൂലുള്ളാഹി. അപ്പോൾ ചില ആളുകൾ പറയും മാനസികമായിട്ട് എന്തൊക്കെയോ പ്രയാസം. പലരും പല വർത്താനങ്ങളാണ് പറയുക. മാനസികമായിട്ട് വലിയ പ്രയാസമാണ്. ചിലർ പറയും സാമ്പത്തികമായി നല്ല പ്രയാസമാണ്, ചിലർ പറയും ശാരീരികമായി നല്ല പ്രയാസമാണ്. നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന കാര്യങ്ങളാണ് പറയും. ഞങ്ങളൊക്കെ അനുഭവിക്കും. ഒന്നിരിക്കൽ മാനസികമായി പ്രയാസം ഉണ്ടാകും, അല്ലെങ്കിൽ ശാരീരികമായി കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ സാമ്പത്തികമായി വലിയ തകർച്ചയിലായിരിക്കും നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നത്. എന്നാൽ അവർക്കൊക്കെ പരിഹാരമായിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. എന്താണ് പറഞ്ഞെന്നറിയോ? നിങ്ങൾ ധാരാളം സ്വലാത്ത് ഇല്ല, ഇത്ര കണക്ക് വെക്കേണ്ടതില്ല. ആ സഹാബി അവസാനം കൊടുത്ത മറുപടി എന്താണ്? നബിയെ, അജ്അലു ലക സ്വലാത്തി കുല്ലഹാ, സ്വലാത്തിന് വേണ്ടി ഞാൻ എൻ്റെ മുഴുവൻ മാറ്റി വെക്കുകയാണെന്നാണ് പറഞ്ഞത്. എൻ്റെ പ്രധാനപ്പെട്ട ഫർദൊക്കെ കഴിഞ്ഞാൽ, പിന്നെ പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞാൻ മുഴു സമയവും ഞാൻ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കട്ടെയോ യാ റസൂലല്ലാഹ്. അപ്പോൾ റസൂലുള്ള കൊടുത്ത മറുപടി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദൻ തുക്ഫാ ഹമ്മക്, നിങ്ങളെ ഹമ്മൊക്കെ പമ്പ കടക്കും, നിങ്ങളെ ടെൻഷനുകളൊക്കെ മറികടക്കും, നിങ്ങളെ പ്രയാസങ്ങളും മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെടും. വയുഗ്ഫറു ലക ദംബുക്, നിങ്ങളുടെ സർവ്വദോഷങ്ങളും പൊറുക്കപ്പെടും. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ധാരാളം സ്വലാത്തുകൾ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ ചൊല്ലുക. അങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ അത് കാരണമാകും. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മേലുള്ള സ്വലാത്ത് ബഹുമാനപ്പെട്ട സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, സ്വലാത്തൊരു ചില്ലറ കാര്യമല്ല. കാരണം ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. എല്ലാവർക്കും കാണാതെ അറിയുന്ന ഒരു ആയത്താണത്. അവിടെ പറഞ്ഞത് അല്ലാഹ് സ്വലാത്ത് ചൊല്ലും. അല്ലാഹ് സ്വലാത്ത് ചൊല്ലുക പറഞ്ഞാൽ നമ്മളൊക്കെ ദിക്റൽക്ക നടത്തുന്നത് പോലെ അല്ലാഹ് ഒരു ഭാഗത്തിരിക്കുക, മലായിക്കത്ത് മറ്റേ ഭാഗത്തിരുന്ന് സ്വലാത്ത് കൂട്ടായി ചൊല്ലുന്നല്ല അതിൻ്റെ അർത്ഥം.
അതിനൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട്. അല്ലാഹു തആല സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദരവിനോട് അനുസരിച്ച ബഹുമാനം, ആദരവിനോട് അനുസരിച്ച റഹ്മത്ത്, കരുണ, കൃപ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകും. മലായിക്കത്തുകളുടെ സ്വലാത്തിൽ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഇസ്തിഗ്ഫാർ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കും. അതാണ് മലായിക്കത്തുകളുടെ സ്വലാത്ത്. മുഅ്മിനീങ്ങളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ദുആയാണ് എന്ന് പറഞ്ഞ വലിയ മഹാന്മാരുണ്ട്. അതല്ലേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ അർത്ഥം സല്ലല്ലാഹു അലാ മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ മേൽ അള്ളാഹു ഗുണം ചെയ്യട്ടെ, പ്രാർത്ഥനയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ മുഹമ്മദ് നബിയുടെ മേൽ അള്ളാഹു രക്ഷയും നൽകട്ടെ. അപ്പൊ സ്വലാത്ത് സലാം എന്നൊക്കെ പറഞ്ഞാൽ അത് മുത്തുനബിയോടുള്ള ആ ഒരു പ്രത്യേക പ്രാർത്ഥനയാണ്. അത് പല രൂപത്തിൽ ചൊല്ലും സ്വലാത്ത്, പല രൂപത്തിൽ നമ്മൾ ചൊല്ലാറുണ്ട് സ്വലാത്ത്. الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاعيا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. അൻതത്വത്തിലോ മുതൽ അതിൻ്റെ അവസാനം വരെ ചൊല്ലുമ്പോൾ നമ്മൾ ചൊല്ലുന്നു മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അവിടെ നമ്മൾ സ്വല്ലി, അല്ലാഹുവേ നീ ഗുണം ചെയ്യ്, അവിടെ പ്രാർത്ഥിക്കുകയാണ്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തിലൂടെ നാം നടത്തിക്കൊണ്ടേയിരിക്കുന്ന എന്താണ്? ആ ഹബീബായ മുത്തുനബിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവിടുത്തെ ദറജ ഉയരാനും എല്ലാത്തിനും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതാണ് സഹ്ൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അസ്സലാത്തു അലാ മുഹമ്മദിൻ അഫ്ളലുൽ ഇബാദാത്ത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് അത് ഏറ്റവും പുണ്യമായ ഒരു കർമ്മമാണ്. എന്തുകൊണ്ട്? ലിഅന്നല്ലാഹ തആല തവല്ലാഹ ഹുവ വമലായികതുഹു. കണ്ടോ, ഈ സ്വലാത്ത് മറ്റ് ഇബാദത്ത് പോലെയല്ല, അത് അള്ളാഹ് ഏറ്റെടുത്തൊരു കാര്യമാണ്. കണ്ടോ, അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു, അള്ളാഹ് ഏറ്റെടുത്തൊരു കാര്യമാണ്. അതുപോലെ വമലായികതുഹു, മലായികത്തുകളും ഏറ്റെടുത്തൊരു കാര്യമാണ്. അപ്പം അള്ളയും മലായികത്തുകൾ ഏറ്റെടുത്തൊരു ഇബാദത്ത്. നിസ്കാരം ഇല്ല, നോമ്പ് അള്ളയും മലായികത്തും ഏറ്റെടുത്തിട്ടില്ല, സക്കാത്ത് അള്ളയും മലായികത്തുകൾ ഏറ്റെടുത്തിട്ടില്ല. മറിച്ച് അള്ളയും മലായികത്തുകളും ഏറ്റെടുത്ത ഏറ്റവും വലിയ മഹത്വമേറിയ ഒരേ ഒരു ഇബാദത്ത് അത് സ്വലാത്താണ്. കണ്ടോ, ഇന്നല്ലാഹ വ മലായികത്തുഹു. എന്നിട്ട് സുമ്മ അമറ ബിഹൽ മുഅ്മിനീൻ, പിന്നെ അല്ലാഹു തആല മുഅ്മിനീങ്ങളോട് കൽപ്പിക്കുന്ന എന്താണ്? നിങ്ങളും സ്വല്ലൂ, നിങ്ങളും സ്വലാത്ത് ചൊല്ലൂ എന്നാണ്. കണ്ടോ, മുഅ്മിനീങ്ങളോടും സ്വലാത്ത് എല്ലാം പറയുന്നു. അങ്ങനെ എല്ലാവരോടും സ്വലാത്ത് ചെല്ലാൻ വേണ്ടി വിശുദ്ധമായ ഖുർആൻ കൽപ്പിച്ച ആ സ്വലാത്ത് മജ്ലിസാണ് എല്ലാ ആഴ്ചയും നമ്മുടെ പള്ളിയിൽ നടന്നു വരുന്നത്. അതിപ്പോൾ ഓൺലൈനിലും നടക്കുന്നുണ്ട്. ഓൺലൈൻ നടക്കുന്ന എന്തിനാണ്? എല്ലാവരും വീട്ടിലിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല, മറിച്ച് ഒരുപാട് സഹോദരിമാർ മറുഭാഗത്തുണ്ട്, അപ്പുറം ഭാഗത്തുണ്ട്. ആ വീടുകളിൽ കഴിയുന്ന സഹോദരിമാർക്കൊക്കെ അതിൽ പങ്കെടുക്കാനും കൂടി സൗകര്യത്തിനാണ് ഓൺലൈനിലായിട്ട് സ്വലാത്തിൻ്റെ മജ്ലിസും ജലാലിയ ദിക്ർ ഹൽക്കയും എല്ലാം നമ്മൾ പുറത്തേക്ക് വിട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇതിലൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം. ഇതൊരു സൗഭാഗ്യമാണ്. കാരണം ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ ഭർത്താക്കന്മാരുടെ ജോലിയിൽ വലിയ ബറക്കത്തുണ്ടാവും, നമ്മുടെ മക്കളുടെ ജോലിയിൽ വലിയ ബറക്കത്തുണ്ടാവും, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ബിസിനസ്സിൽ വലിയ ഉയർച്ച ഉണ്ടാവും. ഭാര്യയുടെ പ്രാർത്ഥന ഭർത്താവിന് എപ്പോഴും വലിയ പ്രതീക്ഷയാണ്. അയാളിങ്ങനെ നേരം വെളുത്ത് വൈകുന്നേരമാവുന്നത് വരെ പുറത്തിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരമാകുമ്പോൾ ആ വീട്ടിലേക്ക് അണയുമ്പോൾ ആ ഭാര്യ ഇരുന്നിങ്ങനെ ഖുർആൻ ഓതുന്നത് കാണുമ്പോൾ, ആ ഭാര്യ ഇങ്ങനെ നഫീസത്ത് മാല ചൊല്ലുമ്പോൾ, ആ ഭാര്യ ഇങ്ങനെ യാസീൻ ഓതുന്നത് കാണുമ്പോൾ, ആ ഭാര്യ ഇങ്ങനെ ഹദ്ദാദ് ചൊല്ലുന്നത് കാണുമ്പോൾ അവർക്ക് വലിയൊരു സന്തോഷമാണ്.
മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണ്. പടച്ചവനെ, ഞാനിങ്ങനെ ത്യാഗം ചെയ്ത് എൻ്റെ ജോലിക്ക് വേണ്ടി, ബിസിനസ്സിന് വേണ്ടി പുറത്താണെങ്കിലും എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നെ ഓർക്കുന്ന, എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു കുടുംബമുണ്ടായത് എൻ്റെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് എന്ന് ആ ഭാര്യ ഇങ്ങനെ ചിന്തിക്കുകയാണ്. മാഷാ അല്ലാഹ്, ഇതൊക്കെ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ തൗഫീഖാണ്.